നമസ്കാരം. നമുക്കിന്ന് ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് വ്യൂയിലേക്ക് ഒന്ന് നോക്കാം. ബിറ്റ്കോയിൻ മാർക്കറ്റ് വ്യൂ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡേ ചാർട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഡേ ചാർട്ടിൽ നല്ലൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് രണ്ട് എൻട്രി ഉണ്ട്. ഒന്ന് ഈ ഒരു പോയിന്റിലും എൻട്രി ഉണ്ട്. ശരിക്കുള്ള എൻട്രി വരുന്നത് ഇവിടെയാണ് നമുക്ക് ശരിക്കുള്ള എൻട്രി വരുന്നത്. പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഇവിടെ ഒരു എൻട്രി എടുക്കാം. നിയറസ്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. അതുപോലെ സെക്കൻഡ് എൻട്രി വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഇപ്പം ഈ ദിവസങ്ങളിൽ ഇപ്പോൾ 1 hour ചാർട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. ഇതൊരു നല്ലൊരു ഈ എം പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. എം പാറ്റേൺ ഫോം ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഏകദേശം ഇവിടെ വരെയാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫോം ചെയ്യുന്നത് ഒരു 4 hour ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഫാളിംഗ് വിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. സോ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലെല്ലാം ഫെയർ വാല്യൂസ് ഗ്യാപ്സ് ഉണ്ട്. സോ അവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ട്രേഡ് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന് മേളിൽ സ്റ്റോപ്പ് ലോസ്, ഈ ലൈനിന് മേളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. വേണമെങ്കിൽ ഇവിടെ വരെ ട്രേഡ് എടുക്കാം. ഈ ഒരു റിസ്കി മൂവ്മെൻ്റ് ആണ്, എന്നാലും ട്രേഡ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഏകദേശം ഇവിടെ വരെയും ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഇതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോവുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഡേ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കപ്പ് വന്നു, ഒരു ഹാൻഡിൽ വന്നതിന് ശേഷം ബൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ജൂൺ ജൂലൈ ടൈമിലേക്ക് ഒരു 126, 127 റേഞ്ചിലേക്ക് 1,27,000 ബിറ്റ്കോയിൻ പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇത് സംഭവിച്ചാൽ, ഹാൻഡിൽ കൃത്യമായി സംഭവിച്ചാൽ, സോ മാർക്കറ്റ് നല്ല രീതിയിൽ വാച്ച് ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കുക.